പറഞ്ഞ നന്ദകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നന്ദകുമാർ, ഒരു സമവായത്തിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് കൂടുതലായി പ്രതികരണങ്ങൾക്കൊന്നും ആരും തയ്യാറാവുന്നില്ല. പക്ഷെ അപ്പോഴും ഈ സ്കൂളിന്റെ അവകാശമാണോ കുട്ടിയുടെ അവകാശമാണോ വലുത്? ഇനി ഇത്തരം ആവശ്യങ്ങൾ കൂടുതൽ ഉയർന്നു വന്നാൽ, കൂടുതൽ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നാൽ, നമ്മൾ ഇന്നലെ കണ്ടതാണ് SDPIയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരസ്യമായ ആവശ്യമടക്കം ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ ഉയർന്നു വന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഇനിയും ആവർത്തിക്കപ്പെടും. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതെങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു സംഭവം ഇത്തരം പല ആവശ്യങ്ങൾക്കുള്ള ഒരു തുടക്കമാകും എന്ന രീതിയിൽ നിങ്ങളെ പോലുള്ളവർ കാണുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിദ്യാഭ്യാസ മേഖലയുടെ, പ്രത്യേകിച്ച് സ്കൂളിന്റെ അധികൃതര്, മാനേജ്മെന്റ് അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് 2018 കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അത്തരമൊരു യൂണിഫോം ഉണ്ട്. എല്ലാവരും യൂണിഫോം ധരിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. ഇത് ബാധ്യസ്ഥരാണെന്നുള്ള ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുട്ടി ജൂൺ മാസത്തിൽ അവിടെ ചേരുന്ന സമയത്ത് ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടിയും അത് പാലിച്ചിട്ടുണ്ട്. ആകെ പ്രശ്നമുള്ളത് വേറെ ചിലർക്കാണ് പ്രശ്നം ഇതിനകത്തുള്ളത്. SDPIയുടെ പേര് പറഞ്ഞ പോലെ തന്നെയാണ് SDPIയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രണ്ടുപേരുമാണ് ഇക്കാര്യത്തില് കൂടുതൽ കടുംപിടുത്തം പിടിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് 2018 കോടതി വിധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2018 കോടതി വിധിക്ക് അനുസരിച്ചിട്ട് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇന്ന് യൂണിഫോം ധരിക്കണം എന്നുള്ളത് അവിടെയുള്ള മാനേജ്മെന്റാണ് തീരുമാനിക്കുക. അതൊന്ന്. രണ്ടാമത്തത്, ഈ വിദ്യാലയത്തിൽ തന്നെ ഏകദേശം 117ഓളം കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. അവർക്ക് ആർക്കും ഇത്തരം ഒരു തർക്കവുമില്ല. ഈ പറഞ്ഞ കുട്ടി വന്നത് 4 മാസക്കാലങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സിലാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. അതിനു മുമ്പ് ആ കുട്ടി വേറെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലാണ് പള്ളുരുത്തിൽ തന്നെ പഠിച്ചത്. ആ കുട്ടിയുടെ സ്വദേശം കണ്ണൂരാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഹിഡൻ ചില അജണ്ടാസ് ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിച്ചാല് അതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഇന്ന് മാത്രമല്ല, എന്നിട്ട് പോലും അതിന്റെ ആ കുട്ടിയുടെ രക്ഷാകർത്താക്കളടക്കം ആ കുട്ടിയെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ധരിക്കാനായിട്ട് അവർ തയ്യാറാണെന്നൊക്കെ അവർ പറഞ്ഞതാണ്. അതിനിടയ്ക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടുന്നത്. അതായത് സമവായത്തിന്റെ അന്തരീക്ഷം രക്ഷകർത്താക്കളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ അധികൃതരും എല്ലാവരും കൂടി ചേർന്ന് എടുക്കുന്ന സമയത്ത് ഇതിൽ ഇടങ്കോലിടുന്നൊരു സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വിവരക്കേടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റായ രീതിയിൽ ആളുകളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. DDയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂള് ഗുരുതരമായി കൃത്യവിലോപം നടത്തി, അല്ലെങ്കിൽ കുട്ടിയെ പുറത്തു നിർത്തി. സ്കൂളിന്റെ ധൈര്യം എന്തെന്നത്, ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വന്നിരുന്നു. 3 ദിവസം കുട്ടി അങ്ങനെ അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും പുറത്താക്കിയിട്ടില്ല എന്നൊക്കെയാണ് സ്കൂൾ അവകാശപ്പെടുന്നത്. ഇതിലൊരു പ്രശ്നം, ഈ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ആദ്യം നടത്തിയ പ്രതികരണം അതാത് സ്കൂളിൽ തീരുമാനിക്കാമല്ലോ, അങ്ങനെ ഓരോരുത്തർ ഓരോ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയായിരുന്നു. പിന്നീടാണ് ഇത് മുഴുവൻ മാറി മറിഞ്ഞത്. അതിനിടയിൽ ഒരു സമ്മർദ്ദം, അതാണോ സംശയിക്കുന്നത്? അല്ല, സംശയിക്കുന്നത് സമ്മർദ്ദം എന്നുള്ളതിലേക്ക് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ ആകരുത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ തരം വിഷയങ്ങളിലുള്ള പരിജ്ഞാനക്കുറവുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ വിഷയങ്ങളെ കാണുന്നത് പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഇത് രണ്ടുമല്ല സത്യത്തിൽ വേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് 2018 നിയമത്തിന്റെ അടിസ്ഥാനത്തില് തീരുമാനിക്കുവാനുള്ള, യൂണിഫോമിനെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണുള്ളത്. അതിന്റെ മാനേജ്മെന്റിനാണ്, അതിന്റെ PTA-ക്കാണ്. ഇതിനൊക്കെ നിയമാനുസൃതമായിട്ടുള്ള അംഗീകാരമുള്ളതാണല്ലോ. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഈ കുട്ടി 4 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി ജോയിൻ ചെയ്തത്. ഈ കുട്ടിക്ക് അല്ല സത്യത്തിൽ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ 7ാം തീയതിയാണ് ഈ കുട്ടി, ഞാൻ ആ വിദ്യാലയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. 7ാം തീയതിയാണ് ഈ കുട്ടി അവിടെ ആദ്യമായിട്ട് പോയത്. 8ാം തീയതി പോയിരുന്നു, 9ാം തീയതി പോയിരുന്നു. ഇടയ്ക്ക് ആ കുട്ടി ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചു വന്ന സമയത്ത് അതിനെക്കുറിച്ച് തർക്കം പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ ഭാഗത്തേക്കാൾ കൂടുതൽ പ്രശ്നം 10ാം തീയതി ഉണ്ടാക്കിയത് അവിടെ വന്നിട്ടുള്ള SDPIയുടെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിന്റെ ഉപാധ്യക്ഷനടങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത് വളരെ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇപ്പൊ ആ കുട്ടിയുടെ പാരന്റ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, എന്റെ കുട്ടിയെ വെച്ച് വർഗീയതയോ രാഷ്ട്രീയമോ ഒന്നും വേണ്ട എന്നൊരു നിലപാട് പരസ്യമായി അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ പോലും ഇതിൽ ഉപയോഗപ്പെടുത്തി അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ?
വ്യാഖ്യാനിക്കല്ല, സത്യം അതാണല്ലോ, വ്യാഖ്യാനമല്ല ഇത് ജസ്റ്റ് ട്രൂത്താണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ടാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് വലിയ പ്രശ്നം. അദ്ദേഹം ഇത്തരം മണ്ടത്തരമുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കരുത്. ഇത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നിലവിൽ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും അതിന്റെ പാഠഭേദം വരുത്താനായിട്ട് ഒരു വകുപ്പ് മന്ത്രിക്ക് അധികാരമില്ല എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന് ഏത് വകുപ്പ് DD അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാലും DDക്ക് ഇതിന്റെ അകത്ത് ഇല്ലാ കഥകൾ ഞമഞ്ഞു കൊടുക്കുന്ന DDയുടെ റിപ്പോർട്ട് പോയിട്ടുണ്ടെങ്കിൽ DD സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, AEO മാത്രമാണ് അവിടെ സന്ദർശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ DD റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ DDയുടെ ഹിഡൻ അജണ്ട എന്താണെന്നുള്ളവരും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? എങ്ങനെ? എനിക്ക് സംശയമൊന്നുമില്ല കാര്യത്തില്. ഞാൻ സംശയിക്കുകയല്ല, നിശ്ചയമായിട്ടും ധരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പേരൻസിനെ കുട്ടികൾ 13 വയസ്സില് കുട്ടികളെ വെച്ചിട്ട് പന്താടുന്നത് വളരെ മര്യാദകേടാണ്. 13 വയസ്സായിട്ടുള്ള കുട്ടിയെ വെച്ചിട്ടാണ് ഇവർ പന്താടുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുട്ടി ഇപ്പൊ പഠിക്കുന്നത് 4ാമത്തെ വിദ്യാലയം എന്നാ. എന്തിനാ ഇങ്ങനെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വിദ്യാലയങ്ങൾ മാറ്റുന്നത്? അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ ശ്രീനാഥ്? അല്ലല്ല, കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പള്ളുരുത്തിൽ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളാണ് ഈ കുട്ടി നേരത്തെ പഠിച്ചിരുന്നത്. അതിനൊക്കെ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ പഠിക്കരുതെന്ന് എവിടെയും പറയാത്ത സ്ഥിതിക്ക് അതൊക്കെ അവരുടെ കാര്യം, നമുക്ക് അത് വിട്ടേക്കാം. പക്ഷേ അല്ലല്ലോ പ്രശ്നം. പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളെ എപ്പോഴും കുട്ടികളുടെ സുരക്ഷയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ തൊട്ട് മുൻപ് പഠിച്ച സ്കൂളിൽ അങ്ങനെ സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണെങ്കിലോ നമുക്ക് അക്കാര്യം വിടാം. നമ്മൾ അതിലൊരു ജഡ്ജ്മെന്റലായ ഒരു തീരുമാനവും എടുക്കണ്ട. പക്ഷേ അവരിത് പറയട്ടെ, അത് പറഞ്ഞിട്ടില്ലല്ലോ. ഈ സ്കൂളിന്റെ കാര്യത്തിൽ എന്തായാലും ആ കുട്ടിക്ക് തുടർന്നും സ്വാഭാവികമായി വന്ന് പഠിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ല, അങ്ങനെ ഉണ്ടാകണം. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെ പുറത്താക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ കുട്ടിക്ക് സത്യസന്ധമായിട്ട് പെരുമാറാനും അവരുടെ വസ്ത്രങ്ങൾ ഇപ്പൊ യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ വരാനും മതചിഹ്നങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് പ്രദർശിപ്പിക്കേണ്ടത്. അത് യൂണിഫോം തന്നെയാണ്. കുട്ടികളെ നോക്കിയിട്ട് എന്തിനാ മതം നിശ്ചയിക്കുന്നത് നമ്മള്? അത് വളരെ മര്യാദകേടല്ലേ? 13 വയസ്സുള്ള കുട്ടിയുടെ മതമാണോ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ആ കുട്ടി വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരാനും പഠിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ബാധ്യസ്ഥമാണ്. ശരി, വളരെ നന്ദി ശ്രീ നന്ദകുമാർ പ്രതികരിച്ചതിന്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നൊരു നിലപാടിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന സൂചനകളുമുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, ആ കുട്ടിക്ക് വളരെ സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിദ്യാഭ്യാസം തുടരാനാവട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം.